നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പിടുത്തത്തിന് ഇറങ്ങിയേക്കാണ്. അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ചപ്പാത്തി പണി മാത്രമേ ഉള്ളൂ. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അതാ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. ഇനി ഇത് ചൂടണം, പിന്നെ ചായ വെക്കണം. ഈ മുട്ട ഒഴിവാക്കിയിട്ട് വേണം ഇതിലിട്ടിട്ട് വേണം നമുക്ക് ഇതിൽ ചായ വെക്കാൻ കേട്ടോ. ഇപ്പോൾ വീട്ടിലിരിക്കാൻ സമയം കിട്ടണില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എപ്പോഴും പുറത്താണ്. എന്താ പറയുക, ഫുൾ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഇനി കുറച്ച് ദിവസത്തേക്ക്. ഏതാന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് കേട്ടോ വലിയ കാര്യം. എത്ര കുട്ടികളാണല്ലേ പാമ്പ് കടി ഒക്കെ കൊണ്ടിട്ട് മരിക്കണത്. എനിക്ക് ന്യൂസൊക്കെ കണ്ടിട്ട് വിഷമമാവുക കേട്ടോ. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ആ കുട്ടി പാമ്പ് കടിച്ച് മരിച്ചില്ല ഒരു കുട്ടി. ആ കുട്ടിയുടെ അമ്മ അങ്ങനെ കരയണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്കതൊന്നും കാണാനുള്ളതില്ല, അതുകൊണ്ട് ഞാൻ വേഗം മാറ്റിയിട്ടോ. അതൊക്കെ ഒരവസ്ഥ തന്നെ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ജനലും വാതിലൊക്കെ അനാവശ്യമായിട്ട് തുറന്നിടല്ലേ. കാരണം ഈ ഇഴജന്തുക്കൾക്ക് അറിയില്ല, അവർക്കും ഈ ചൂട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവർക്ക് ഏത് സ്ഥലത്താണ് തണൽ അവിടെ കയറിയിരിക്കാനാണ് അവർ നോക്കുക. എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വീടിൻ്റെ ഉള്ളിൽ കയറും. പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രദ്ധ ഉണ്ടായിക്കോളോട്ടോ. ഞാനും പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ സൂക്ഷിക്കുകയാണ്. വാതിലൊന്നും ഇപ്പോൾ തീരെ തുറന്നിടാണ്ടായിട്ടോ. എങ്ങാനും വാതിലിൻ്റെ ഏതെങ്കിലും ഒരു പഴുതിൽ കയറിയിരുന്നാലും പോരെ. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ 2 ആഴ്ചയുടെ ഉള്ളിൽ എന്തൊക്കെ മരണങ്ങളാണ്, ആക്സിഡൻറ്റ് പറ്റിയിട്ടും അതേപോലെ പടക്കം പൊട്ടിയിട്ടും എല്ലാം ഇങ്ങനെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യാല്ലേ, ഇങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് മരിക്കണ ന്യൂസുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം കുറേ മരണങ്ങളുണ്ടായി. എല്ലാം ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ പഞ്ചസാര പാത്രം കഴിഞ്ഞപ്പോൾ അതൊന്ന് കഴുകി വെച്ചതാണ്. ഉരച്ചരച്ച് നല്ല അഴുക്കുണ്ടായിരുന്നു, അത് കുറച്ച് കഴുകി കളഞ്ഞു. നീരവ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതേ ആ ഡോറിൻ്റെ ഇടയിലത്തെ ഒരു റബ്ബർ കഷ്ണമാണ്, അതാണ് എടുത്തിട്ട് അവൻ കളിക്കണത് കേട്ടോ. അതാണ് അവൻ പിടിച്ചപ്പോൾ ഇങ്ങോട്ട് പൊട്ടിപ്പോരും ചെയ്തു. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമായി. ഇതടക്കിയ അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ദിവസം അത് കണ്ടപ്പോൾ ഈശ്വര പാമ്പാണോ എന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോൾ പാമ്പല്ല, ഈ ഒരു സാധനമായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞു, എടാ അതൊക്കെ എടുത്ത് മാറ്റടാ, അല്ലെങ്കിൽ പേടിച്ചിട്ടാണ് നടക്കണം. വല്ല പാമ്പിൻ്റെയും ഇനിയിപ്പോൾ നമുക്കറിയില്ല ഈ സാധനമാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒറിജിനൽ ഒരു പാമ്പ് വന്ന് കിടന്നാലും ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ അതൊന്ന് മാറ്റടാ, എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി അവർ പൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ പൊട്ടിക്കാണ്ടൊന്നും കഴിക്കില്ല, ഭയങ്കര മടിയനം കുട്ടിയാണ്. ഇന്നലെ മുതലാണ് കേട്ടോ നീരവൻ്റെ മേത്ത് നല്ല ചൂടുകുരു പൊന്തിയിട്ടുണ്ട്. ഇന്നലെയാണ് കാണുന്നത് കേട്ടോ. എന്ത് ചെയ്യുന്ന അറിയണില്ല. ഞാനാണെങ്കിൽ അവനോട് ഷർട്ടും ബനിയനൊന്നും ഇടണ്ട, ഫാനിൻ്റെ ചൂട്ടിലിങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴും അവന് നാണക്കേട്, ഷർട്ട് ഇടാണ്ട് പുറത്തിറങ്ങാനും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കാനൊക്കെ നാണക്കേട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വെള്ള ബനിയനില്ലേ കയ്യില്ലാത്തത് അത് മേടിച്ച് കൊടുക്കുക, കോട്ടൻ്റെ. അതിനാണ് വലിയ കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം. എന്തായാലും പുറത്തേക്ക് പോകുമ്പോൾ അതൊന്ന് മേടിക്കണം എന്നുണ്ട് കേട്ടോ. ചപ്പാത്തി കൊണ്ടെന്ന് വെച്ചപ്പോഴേ എൻ്റെ പൊന്നെ മേശയിലില്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചന്ദനത്തിരി കുറച്ച് നീളം കൂടിയോണ്ടേ അത് ഈ സ്റ്റാൻഡുമ്പോൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ അടപ്പൊന്ന് അടച്ചു വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചപ്പാത്തി കഴിക്കല്ല കേട്ടോ. എന്താ മറ്റേ ഷിൻജാൻ്റെ ഒരു കാർട്ടൂണില്ലേ, ഇത് മാത്രം കേട്ടോ ഇപ്പോൾ കാണുള്ളൂ ഞാൻ. പിന്നെ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പുറത്തേക്കൊന്നും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കല്ലാണ്ട് അവനെ കളിക്കാനും പിടിക്കാനൊന്നും ഞാൻ കൊണ്ടുപോകണില്ലല്ലോ. അതുകൊണ്ട് അവ എപ്പോഴും ടി വിയുടെ മുന്നിലിരിക്കുമ്പോൾ ഷിൻജാൻ എന്ന് പറഞ്ഞ കാർട്ടൂൺ തന്നെയാണ് കേട്ടോ കാണുക. ഞാൻ വേഗം എൻ്റെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, ഫാൻ ഇട്ടിട്ടൊരു സുഖമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് വന്നിരുന്നു. ഇവിടെ ആകുമ്പോൾ ചെറിയ ചെറിയ കാറ്റ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ഇനി വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ കുറവാകും. എന്നാലും ബാക്കിൽ ഇത്തിരി സമാധാനമാണ് ഫ്രണ്ടിലേക്കാളും. ഫ്രണ്ടിൽ ഡയറക്റ്റ് വെയിലടിക്കുക, അതുകൊണ്ട് അവിടെ വലിയ സുഖമൊന്നുമില്ല കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടുള്ള ചായ ഊതി ഊതി കുടിച്ച് അങ്ങനെ തീർത്തു, സമാധാനമായി. ഇടയ്ക്ക് ചായയല്ല, സോറി, കാപ്പി കേട്ടോ. കാപ്പി കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സുഖക്കേടാണ്. എത്ര തിരക്കാണെങ്കിലും ഇവിടെയുള്ളപ്പോൾ മാത്രമായിട്ടെങ്കിൽ കാപ്പി കുടിക്കാനൊക്കെ നിർബന്ധം. കോലരിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര നിർബന്ധമില്ല, കാരണം അവിടെ കാപ്പിപ്പൊടി മേടിച്ച് വയ്ക്കലൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാപ്പി ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കലൊക്കെ കുറവാണ് കേട്ടോ, കുടിയും കുറവാണ്. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാനേജറിനെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ആളെന്താ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോമിയോയിലേക്ക് പോയിട്ടോ.
ഇടയിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ എനിക്ക് കുറേ ഓർമ്മ പോയിട്ടോ. ഈശ്വര ഹോമിയോയിലേക്ക് എങ്ങനെ പോകുന്നുള്ള ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരാണ് വഴിയൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഹോമിയോയിലെത്തി. ഇവർ ഭയങ്കര ചുമ, രാവിലെയും വൈകിട്ടൊക്കെ ചുമയുണ്ട് കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഒരു ചുമ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ചൂട് കൂടുമ്പോഴേ AC കൂളറൊക്കെ നമ്മൾ ഉപയോഗം കൂടില്ലേ, അപ്പോൾ അതിൽ നിന്നുള്ള ഈർപ്പം തട്ടിയിട്ട് കുട്ടികൾക്ക് ചുമ ഉണ്ടാവും സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഒന്നും ചെയ്യാല്ലേ, മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കൂളർ ഇടാണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഉറങ്ങണ്ടേ, ഉറങ്ങിയില്ലേ ഇനിയും വലിയ പ്രശ്നങ്ങളല്ലേ വരിക. അപ്പോൾ ഇട്ടോ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ചൂട് വണ്ടി സൈഡിലൊക്കെ കൊണ്ട് വെച്ചിട്ട് ചൂടെടുത്തിട്ട് ബാക്കൊക്കെ പൊള്ളി എല്ലാം പോച്ച് എന്നൊക്കെ. വീട്ടിലാണെങ്കിൽ കറിവയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ടേ റുക്കിയ ബീന്ന് അങ്ങനെ എന്നാണ് പേര്, ബീബി അല്ല കേട്ടോ, റുക്കിയാബി. അപ്പോൾ ആ ചേച്ചിയുടെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി കിറ്റ്, കുറേ നാളായി ഞാൻ കിറ്റ് മേടിച്ചിട്ട് കേട്ടോ. എന്താ പറയുക, കുറച്ച് മേടിക്കുമ്പോൾ പെട്ടെന്ന് തീരുകയാണേ. അതോട് ഞാൻ എന്തായാലും കിറ്റായിട്ട് മേടിച്ചു. അവൻ്റെ പിറന്നാളും വരുന്നുണ്ട്, ശനിയാഴ്ചയാണ് കേട്ടോ അവൻ്റെ പിറന്നാൾ. അപ്പം അന്നത്തേക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് കിറ്റ് തന്നെ മേടിച്ചു വിട്ടു. അതാവുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വന്നപാടെ രഞ്ജനേച്ചി കുറച്ച് പ്രസാദവും പിന്നെ പാൽപ്പായസമൊക്കെ നിന്നുട്ടോ. നമ്മുടെ ഗുരുവായൂരിലത്തെയാണേ. ഗുരുവായൂരിലത്തെ ആ പഞ്ചസാരയുടെ അത് കഴിക്കാറുണ്ടോ? പഞ്ചസാര നല്ല ടേസ്റ്റാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാറ്. കുറേ പ്രസാദവും പായസം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഇവരെല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരവണ പായസം കുറേ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്ന് തന്നു കേട്ടോ. സത്യം പറയാലോ, ഇതുവരെ കഴിക്കാത്ത തരം ഒരു പ്രത്യേക പായസമായിരുന്നു ഇന്നത്തെ പാൽപ്പായസം കേട്ടോ. കാണാനും നല്ല ഭംഗി, കുഞ്ഞു അരികളായിട്ട്. നീരവിന് ഒരു ഗ്ലാസ് കൊടുത്തു. അപ്പോൾ രഞ്ജനേച്ചി എനിക്ക് വീണ്ടും കൊണ്ടുവന്ന് തന്നു, വേണമെങ്കിൽ ഒരു ഗ്ലാസും കൂടെ തരാട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസും കൂടെ മേടിച്ചു. അങ്ങനെ അത് മുഴുവൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പച്ചക്കറി തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒതുക്കി വയ്ക്കാണ്ട് സബോള സ്റ്റാൻഡുമ്മയാണല്ലോ വയ്ക്കുക. പിന്നെ ഉച്ചക്കലത്തേക്ക് വെണ്ടക്കായ ഉപ്പേരിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ വെണ്ടക്കായ കുറേ ഉണ്ടായിരുന്നു, അതിൽ അതൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി പച്ചക്കറീനൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. മാഗി ഞാൻ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ കയറ്റി വയ്ക്കുക. വേണമെന്നില്ല, ഉറുമ്പ് നിറയാന്നേ. ഡപ്പയിൽ ഇനി ഇട്ടിട്ട് വീണ്ടും ഉറുമ്പിൻ്റെ ശല്യം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഉറുമ്പിൻ്റെ ശല്യം കൂടി കഴിഞ്ഞൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. അങ്ങനെ പിന്നെ കുറച്ച് മറ്റേ ചകിരി മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതെടുത്ത് കറി വെച്ചാലോ എന്ന്. പക്ഷേ തൈര് വേണമല്ലോ അതിലൊഴിക്കാൻ, അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ വെണ്ടക്കായ ഉപ്പേരിയും പിന്നെ എന്തെങ്കിലും സാമ്പാർ എന്തൊക്കെയുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എന്താ ഉള്ളതെന്ന്. പരിപ്പും തക്കാളിയാണ് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെണ്ടക്കായ അരിയാന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ ഓർത്തത്, അയ്യോ പഞ്ചസാരയുടെ ടിന്ന് ഉണങ്ങിയിട്ടുണ്ടാവില്ലേ, ഇനി അതെടുത്തിട്ടൊന്ന് നിറച്ച് വയ്ക്കാമെന്ന്. അങ്ങനെ അതെടുത്തിട്ട് ഓടി വന്നിട്ട് പഞ്ചസാരയുടെ കവർ അരിയുടെ ഡപ്പയിലാണ് കേട്ടോ വയ്ക്കുക. അങ്ങനെ അത് വേഗം എടുത്തു. 2 പാക്കറ്റ് എന്തോ ഭാഗ്യത്തിന് ഞാൻ മാവേലിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചസാര. അതാണ് ഒരെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയത്. അങ്ങനെയുള്ളപ്പോൾ നല്ല സുഖമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, എൻ്റെ ഹോം ടൂർ ഇഷ്ടമായി, വീഡിയോ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. കാര്യം ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ പേഴ്സണലിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം കുറേ പേര് അതിൽ പെടും. അപ്പോൾ വെറുതെ എന്തിനാ ഉള്ള സ്നേഹം കൂടെ കളയണത്, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരുന്നാൽ പോരെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അധികം പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാത്തത്. അങ്ങനെ പറയണ ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ അവർ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ കാര്യമാണ് കുറേ നെഗറ്റീവ് കേൾക്കേണ്ടി വരും. എനിക്കങ്ങനെ നെഗറ്റീവ് കേൾക്കാനുള്ള ഒരു ഇതില്ല, ശക്തിയില്ല. വെറുതെ തന്നെ അതൊക്കെ കേട്ടിട്ട് മനസ്സിന് വിഷമം കൂട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പറയാത്തത്. ഇങ്ങോട്ടില്ലാത്തവരെ അങ്ങോട്ടും അങ്ങനെ തന്നെ കാണുക. അതിന് കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പോകണ്ട. അതാട്ടോ ഇപ്പം എൻ്റെ പോളിസി. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്തെന്നാലും എന്നോട് എല്ലാവർക്കും ഇത്ര ദേഷ്യം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതെൻ്റെ പെരുമാറ്റത്തിൽ നിന്നാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഞാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും കേട്ടോ. അത്ര ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലുമൊക്കെ അത് തുറന്ന് കാണിക്കും. അല്ലാണ്ട് നമുക്ക് ജീവിച്ച് പോകണ്ടോ. നമുക്ക് എല്ലാം അങ്ങനെ ഉള്ളിൽ ഒതുക്കി എന്തോരം പറ്റണതാണെങ്കിൽ സ്നേഹമാണെങ്കിൽ സ്നേഹം പോലെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ള പോലെ കാണിക്കും ചെയ്യും കേട്ടോ. എങ്ങനെയെങ്കിലും എനിക്ക് കാണിക്കണം. എനിക്ക് അധികം അഭിനയിച്ച് നിൽക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കുറേ ബന്ധങ്ങൾ അങ്ങനെ പോകുന്നുണ്ടാവായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഉള്ളവർ തന്നെയാണ് നമുക്കുള്ളൂ. അതിന് കൂടുതലൊന്നും എനിക്ക് ആരെയും കാണിച്ചു തരാൻ പറ്റില്ല. മെയിനായിട്ട് എൻ്റെ അച്ഛനമ്മ അവരുടെ കാര്യം ഞാൻ തീരെ എടുത്ത് പറഞ്ഞില്ല. പല കാര്യങ്ങളും വീഡിയോ ഫേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് പറയാൻ നല്ല ഒരു ഇത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
മറന്നു പോകല വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവൻ വീണ് തല പൊട്ടിയിട്ട് രാത്രി കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്തോ വിട്ടുപോയതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഇവൻ മുറ്റത്ത് വീണിട്ട് തല പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അറിയുന്നുണ്ടായിരുന്നില്ല. കാപ്പിപ്പൊടിയും കുറച്ച് ചായയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, എൻ്റെ അച്ഛന് ഇതേപോലെ തല മുറിഞ്ഞിട്ട് അങ്ങനെ അമ്മൂമ്മയൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് ഇട്ട് കൊടുത്തു. രാത്രി ഇപ്പോൾ കുട്ടിക്ക് കിടക്കുമ്പോൾ വേദന എടുത്തിട്ട് കരച്ചിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ രാത്രിയല്ലേ, 10 മണിക്ക് ആവാറായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മോട് ഞാൻ പറഞ്ഞു വരണ്ട, എത്ര ദൂരമില്ല, രാത്രി ഒറ്റയ്ക്ക് ബസ്സിൽ വരണ്ട. വീട്ടിലാണെങ്കിൽ അച്ഛനും ഞാൻ നല്ല ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിക്കാനൊരു മടി. അങ്ങനെ അടുത്തുണ്ടായിരുന്നവരൊന്നും വിളിച്ചപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനാകെ വിഷമിച്ച് കരയാടൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് രഞ്ജനേച്ചിയും ജയേട്ടനുമാണ് കേട്ടോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് അത്ര അധികം ഞാൻ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഇവരുണ്ടായിരുന്നുകൊണ്ട് ഇവരെന്നെ കൊണ്ടുപോയി. പിന്നെ സനേഷൻ്റെ ഫ്രണ്ട്സ് അരുൺ ചേട്ടനൊക്കെ അവരെന്നൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ. ആ ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ നമുക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സനേഷൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോയിൽ പറയാണ്ട് പോയപ്പോൾ എനിക്ക് ആകെ ഒരു കുറ്റബോധം. ഇവൻ്റെ തല പൊട്ടിയിട്ട് അതായിരുന്നു എനിക്ക് മെയിൻ കാര്യം കേട്ടോ. രഞ്ജനേച്ചിയും ജയേട്ടനും ഇല്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലായിരുന്നു എന്ന് പറയാം. ദൈവമായിട്ട് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണ്. ഞങ്ങൾ ആദ്യം ഒരു വാടക വീട് നോക്കിയത് അപ്സ്റ്റെയർ ആയിരുന്നു കേട്ടോ. അത് ഞാൻ എപ്പോഴും രഞ്ജനേച്ചിയോട് പറയും, അപ്സ്റ്റെയറിലേക്ക് എങ്ങനെ ഈ കുട്ടീനെ കൊണ്ട് ഞാൻ കയറി ഇറങ്ങുമെന്ന് ഞാൻ കുറേ ആലോചിച്ചിരുന്നു. പിന്നെ ഇവിടെ കിട്ടിയപ്പോൾ ഇങ്ങനെ വന്നതാണ് കേട്ടോ. അതും സനേഷാൻ്റെ കസിൻ ഒരു രാജേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം വീഡിയോയിൽ വിട്ടു. പക്ഷേ ഇത് ആ വീഡിയോ കണ്ടവരൊക്കെ കാണുമെന്നൊന്നും എനിക്ക് അറിയില്ല. കുറച്ച് പേരിപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് വീണ്ടും പുറത്തേക്ക് പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി വരുമ്പോൾ നീരവിന് ആ വെള്ളപ്പിനിയില്ലേ അത് മേടിച്ചു കേട്ടോ. അതിന് ഇറക്കം കൂടുതല, ലൂസായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് വലുതാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇറക്കം കൂടുമ്പോൾ ട്രൗസറൊന്നും കാണില്ലല്ലോ. അപ്പോൾ അതിട്ടു എന്ന് തന്നെ തോന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇറക്കം കുറയ്ക്കാമെന്ന്, അടിഭാഗം കുറച്ച് വെട്ടിയിട്ടേ കറക്റ്റ് അവനുള്ള ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലിടാനല്ലേ, വേറെ പുറത്തേക്കൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞാൻ വേഗം അടിഭാഗമൊക്കെ വെട്ടി. എനിക്ക് ഇനിയും പുറത്തേക്കൊക്കെ പോകാണ്ട് കേട്ടോ. എപ്പോൾ കോള് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കണത്. സത്യം പറയാമല്ലോ, എനിക്കിങ്ങനെ ഓടി നടന്നിട്ട് എൻ്റെ നടുവൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അച്ഛന് വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ദൂരം അച്ഛനെ വണ്ടിയോട്ടം കളഞ്ഞ് എൻ്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും വിളിക്കാറില്ല കേട്ടോ. എൻ്റെ കാര്യത്തിന് ഞാൻ എൻ്റെ ഓടി നടക്കും. അങ്ങനെയെന്ന് പറയായിരുന്നു. അങ്ങനെ നീരവൻ്റെ ബനിയനൊക്കെ ഇറക്കം കുറച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം ചെറുതായിട്ട് കുടുംബമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവൻ പടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല. കുറേ പേര് പറയും നീരവ് എന്തൊരു പാവ, എന്തൊരു നല്ല കുട്ടി, അവനെ കൊണ്ട് ഒരു ശല്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും ചില സമയത്ത് കുറച്ച് കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണി കണ്ടത് വലിച്ചെറിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അങ്ങനെ കുടുംബം എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇതെന്നെ ബാക്കി കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ദൈവം തന്ന എന്താ പറയുക വലിയൊരു സമാധാനമെന്ന് പറയട്ടെ. ചുമ കുറഞ്ഞിട്ടില്ല കേട്ടോ, മരുന്ന് കൊടുക്കുന്നുണ്ട്. രാത്രിയൊക്കെ മരുന്ന് കഴിച്ചപ്പോഴാണ് പിന്നെ കുറച്ചും കൂടെ ഒന്ന് സമാധാനമായത് കേട്ടോ. ഞാനാണെങ്കിൽ അവനോട് കുറച്ച് നേരം കിടന്നുടങ്ങ്, എൻ്റെ കൂടെ അവനും ഇങ്ങനെ നടന്നിട്ടേ പാവം അതിനും വയ്യാണ്ടാവേണ്ട ക്ഷീണാവേണ്ട വെച്ചിട്ട് കുറച്ച് നേരം കിടത്തി ഉറക്കി കേട്ടോ. അങ്ങനെ ഒരു 5:30 ആകുമ്പോൾ സെബീനത്താത്തൊക്കെ ഉണ്ട്, പിന്നെ ആളുടെ ഹസ്ബൻഡ് സുധീർക്ക് അവരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങോട്ടല്ല, ഞങ്ങൾക്ക് വേറൊരു കാര്യത്തിനാണ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോൾ റെഡിയായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30 ആയിട്ടുണ്ട് കേട്ടോ. അവനങ്ങനെ എണീപ്പിച്ചു. പിന്നെ അവർ വന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലം വരെ പോവുക. തിരിച്ചെത്തുമ്പോൾ 7 മണിയായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തിരിച്ചെത്താൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ